കുറച്ച് കാര്യങ്ങളുടെ ബേസിൽ എനിക്കുണ്ടായ സൈബർ അറ്റാക്കും എൻ്റെ ഫാമിലിക്കുണ്ടായ വിഷമങ്ങളും അത് ജീവിതകാലം മുഴുവനും എന്നിൽ തന്നെ നിൽക്കും. അതെന്തൊക്കെയാ? അത് പോയിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? കട്ടപ്പയുടെ സീന് അവള് പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുക. അനുമോള് നല്ല അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം എന്താ സാധനമെന്ന്. ഇപ്പൊ പറ, പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്. ഞാൻ നിന്റെ പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്. നിന്നെ പറ്റി ഞാൻ വീണ്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. നീ പറഞ്ഞു എന്നെ പറ്റി? ഇല്ല. നീ എന്തിനാ പേടിക്കുന്നേ? പേടിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ കട്ടപ്പാന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോഴും ഒരു പരിധി വരെ കമന്റ് നോക്കി ജീവിക്കുന്നതെന്ന് ഞാൻ എനിക്ക് കമന്റ് മാത്രമല്ല ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട്, ഓരോ മെസ്സേജ് വരുന്നുണ്ട്. ഇതിന് മുമ്പുള്ള എല്ലാ സീസണിലും ഇതുപോലെ ആൾക്കാർ എന്താ ഇങ്ങനെ സൈബർ ബുള്ളിങ് അവർ കേട്ടിട്ടില്ലേ? അവരോടൊക്കെ നീ സംസാരിക്കണം, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് സംസാരിക്കണം. ഇവിടെ ഇതൊക്കെ പറയുന്നത് എനിക്കറിയാം. ഇതൊരു വിഷം എന്ന് പറയുന്നുണ്ട്, പാമ്പ് എന്ന് പറയുന്നത് കാര്യമേ. എടി ഇതൊന്നും എന്റെ തലയിലോട്ട് കേട്ടിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അല്ല, നിനക്കറിയില്ലേ? പക്ഷെ പുറത്തുള്ള ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നേ. ഇപ്പൊ കാണുന്നവർ പറയും അവൾ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ തമാശ രീതിയിലാണ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, കമന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ തമാശ രീതിയില്ല. പിന്നെ ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോ ഓരോരുത്തർ എന്നെ എന്തൊക്കെ വൃത്തിയുടെ പറയുന്നത് അറിയാമോ? അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ എത്രത്തോളം കരിവാരത്തേക്കാവും അത്രത്തോളം കരിവാരത്തേച്ച് എന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഇതിന് മുമ്പ് ഇവിടെ സമയം ഉണ്ടായിരുന്നു, എത്രയോ ദിവസങ്ങളിലൂടെ ഉണ്ടായിരുന്നു. പറയട്ടെ, പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിണ്ടാമായിരുന്നു, നിനക്ക് വേണമെങ്കിൽ എന്നെ മാത്രം പറയരുത്, നിനക്കും വേണമെങ്കിൽ മിണ്ടാമായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോഴേക്കും നീ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അവസാന നിമിഷത്തിലൊക്കെയോ ഇടയ്ക്ക് ശൈത്യ, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ശൈത്യക്ക് മനസ്സിലായില്ലേ? അതിന്റെ ഓക്കെ ഇതെന്താണ്, ഇതൊക്കെ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്. ഇന്ന് മുതൽ ഇപ്പം മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കും. പഴയ കാര്യങ്ങൾ ഇപ്പം മുതൽ നിങ്ങൾ അവിടെ ആ വീഡിയോ കണ്ടു, നിങ്ങൾ സംസാരിച്ചു.